ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനൊരവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങൾ LDFനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ അത് പറയേണ്ടി വന്നു എന്നത് മറ്റൊരു വിഷയം. അഞ്ചരക്കണ്ടിയിൽ ഒരു പരിപാടിയിൽ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു പിണറായി വിജയൻ. മുഖ്യമന്ത്രിയാണ്. ഒരു ദൃശ്യമാധ്യമവും അവിടെയില്ല. ഏതാനും മാധ്യമങ്ങളുണ്ട്, അത് പ്രാദേശിക ചാനലുകൾ മാത്രമാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ ചില ക്യാമറകൾ മാത്രമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും ഇല്ല. മുഖ്യമന്ത്രിയാണ് പങ്കെടുക്കുന്നത് എന്നോർക്കണം. 10-20 വർഷക്കാലം ദൃശ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഏത് ജില്ലയിൽ നടന്നാലും അവിടെ ഉറപ്പായും മാധ്യമങ്ങൾ എത്തും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വലിയ വിവാദമാകുന്ന രാഷ്ട്രീയ പരാമർശം നടത്തിയേക്കാം പ്രസംഗത്തിന് ഇടയിൽ. അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിയിൽ മാധ്യമങ്ങൾ എത്തും. അത് പതിവ് രീതിയാണ്. ആ പതിവ് രീതി ഇവിടെ തെറ്റുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന് ഒരു കാര്യം തുറന്നു പറയേണ്ടി വന്നത്. അത് കേൾക്കാം. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനൊരവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചുവെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് അച്ചടി മാധ്യമമോ ദൃശ്യമാധ്യമമോ അല്ല എന്ന് മാത്രം. നിങ്ങൾ ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം. എന്താണോ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ സാധിക്കുക. മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ കാണുന്നേയില്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. ഒരു വാർത്ത പോലും നൽകുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വമ്പൻ കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ, ഇങ്ങനെ വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. വ്യവസായ രംഗത്ത് എല്ലാം വൻ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും കാണാതെ വെറും വിവാദങ്ങളുടെ പുറകെ പോവുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോലും എത്താതിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്തിന് പാലം ഉദ്ഘാടനം വാർത്തയാക്കണം, എന്തിന് ഒരു വികസന പ്രവർത്തനം വാർത്തയാക്കണം എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു, മുഖ്യധാരാ മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് സമാന്തര മാധ്യമങ്ങൾ മാത്രമേ ഇനി CPM-നോടൊപ്പമുള്ളൂ. അതുകൊണ്ട് ഓരോരാളും മാധ്യമപ്രവർത്തകനാകുക എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത്.